ഹലോ ഫ്രണ്ട്സ്, നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് ചിക്കൻ പാസ്തയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 2 കപ്പ് പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ടീസ്പൂൺ കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്കത് വെള്ളം വാരാൻ വയ്ക്കാം. പാസ്ത ഒരു പാത്രത്തിലേക്ക് വാരാൻ വയ്ക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വഴറ്റിയതിന് ശേഷം 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് 1/2 മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റാണ്. എല്ലില്ലാത്ത പീസ് സ്ക്വയറായിട്ട് ചെറുതായി കട്ട് ചെയ്തതാണ്. നന്നായി വേവിച്ചെടുക്കണം. നന്നായി വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചീസ് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണ്. ചീസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കണം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. മൈദ കുറേശ്ശെ ഇട്ടിട്ട് വേണം ചേർക്കാൻ. ഇനി അതിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് നന്നായി ചേർക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ക്രഷ് ചെയ്തത് ചില്ലി
റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാസ്തയിലേക്ക് ഇത് ഒഴിച്ച് യോജിച്ചെടുക്കാം. പാസ്തയിലേക്ക് ഇതൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായി യമ്മി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.